സന്ധ്യ. സൂര്യൻ മയങ്ങിക്കലകുന്ന നിമിഷം. ആകാശം ഇരുണ്ടു തുടങ്ങുമ്പോൾ ഭൂമി, സ്വർഗം, മരിച്ചവരുടെ ലോകം, 3 ലോകങ്ങളും തമ്മിൽ അകലങ്ങൾ ചുരുങ്ങുന്നു എന്ന് പറയപ്പെടുന്നു. പഴയവർ പറയും, സന്ധ്യാസമയത്ത് അവർ ഇറങ്ങി വരും, കണ്ണുകൊണ്ട് കാണാത്തവർ. നമ്മുടെ വീടിൻ്റെ ചുറ്റും മൗനം നിറയുമ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് നമ്മൾ അറിയാതെ ആരെങ്കിലും നടക്കുന്നതിൻ്റെ അടയാളമാണെന്ന്. അതുകൊണ്ടാണ് പഴയ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാത്തത്. കാരണം പ്രാർത്ഥനയുടെ ശബ്ദം ഇരുട്ടിൻ്റെ വാതിലടയ്ക്കും, പ്രാർത്ഥനകളും മന്ത്രങ്ങളും അവരെ അകറ്റും. പഴയ കഥകളിൽ പറയുന്നു, ഒരിക്കൽ ഒരു കുടുംബം സന്ധ്യാപ്രാർത്ഥന ഒഴിവാക്കി. ആ രാത്രി വീടിൻ്റെ പിന്നാമ്പുറത്ത് ആരോ ശ്വാസം മുട്ടുന്നത് പോലെ നിലവിളിച്ചു. അടുത്ത ദിവസം രാവിലെ വീടിൻ്റെ മുന്നിൽ ആരുടെയോ കാലടി പോലെ തോന്നിക്കുന്ന വിചിത്രമായ പാടുകൾ കണ്ടു. സന്ധ്യാസമയത്തെ പ്രാർത്ഥന വെറുമൊരു ഭക്തിയല്ല, അത് ഇരുട്ടിൻ്റെ വാതിലടയ്ക്കുന്ന ചടങ്ങാണ്. ശാന്തമായ രാത്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രതിരോധ മതിലാണ്. അതിനാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ, ആ ആദ്യ വിളക്ക് തെളിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് നോക്കൂ, ഒരാൾ നോക്കി നിൽപ്പുണ്ടാകും.